എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തനി നാടൻ രീതിയിൽ എങ്ങനെയാ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടൊരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന്. ആദ്യം തന്നെ നമുക്ക് നാളികേരം കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനൊരു നാളികേരത്തിൻ്റെ പകുതി അമ്മീമ വെച്ചിട്ട് ഇങ്ങനെ ചതച്ച് അതിൻ്റെ ചിരട്ട കളയാണ്. അപ്പോൾ ഇങ്ങനെ ചതച്ചിട്ട് എടുക്കുമ്പോൾ ചിരട്ട വേഗം പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് നാളികേരത്തിൻ്റെ കഷ്ണം വേഗം എടുക്കാനായിട്ട് പറ്റും. അതല്ല കത്തി കൊണ്ട് കുത്തിയിട്ടായാലും ചിരട്ടയുടെ ഉള്ളിൽ നിന്ന് നാളികേരത്തിൻ്റെ കഷ്ണം എടുക്കാം. പക്ഷെ അതിനേക്കാൾ എളുപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യണതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് നാളികേരത്തിൻ്റെ കഷ്ണങ്ങൾ എടുക്കാം. ഇപ്പോൾ ചിരട്ടയൊക്കെ ഒരുവിധം പൊട്ടിപ്പോന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് നാളികേരത്തിൻ്റെ കഷ്ണങ്ങൾ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്കിത് പൊട്ടിച്ചെടുക്കാം. നല്ല ചെറിയ കഷ്ണങ്ങളാവുമ്പോൾ നമുക്ക് അടുപ്പിലിട്ട് ചുട്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയും പോകുന്ന കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഒരു നാളികേരത്തിൻ്റെ പകുതി നമുക്കിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഇനി വേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ ഒരു 10-12 വറ്റൽമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. നല്ല എരിവുള്ളതാണ് ചമ്മന്തിക്ക് ടേസ്റ്റ് ഒന്നും കൂടി കൂടുക. അപ്പോൾ ഞാനൊരു 12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഉള്ളിയാണ്. ചുവന്നുള്ളി ഞാനൊരു 6 കഷ്ണം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുളിയാണ്. ഒരു ചെറിയ കഷ്ണം പുളിയും 2 തണ്ട് വേപ്പിലയും വേണം. അപ്പോൾ ഇത്രയാണ് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടത്. അപ്പോൾ ഇതിലെ മുളകും നാളികേരവും നമുക്ക് അടുപ്പിലിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇവിടെ അടുപ്പിൽ കനലുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് കനലാവാൻ പാടില്ല. അപ്പോൾ നാളികേരം വേഗം നമുക്ക് വിചാരിച്ച പോലെ എടുക്കാനായിട്ട് പറ്റില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം കനലുള്ളപ്പോഴാണ് നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നാളികേരം ഇട്ടിട്ട് നമുക്ക് ഈ കനലൊക്കെ മേലേക്കൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് ഇടയ്ക്ക് ഊതി കൊടുക്കാം. അപ്പോൾ നാളികേരം ഒന്ന് ഇതിൽ കിടന്ന് ചുട്ട് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഊതി കൊടുത്തിട്ട് നാളികേരം ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ നാളികേരം എല്ലാം ചുട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് ചുട്ടെടുക്കേണ്ടത് നാളികേരം. അപ്പോൾ നമുക്കിനി ഇത് കനലിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് ഇട്ട വഴിക്ക് നമുക്ക് വേഗം ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഓരോ ഭാഗം പെട്ടെന്ന് ആയി കിട്ടും മുളകിൻ്റെ. അപ്പോൾ ഒരേ ഭാഗത്ത് തന്നെ കനലിൽ കിടന്നു കഴിഞ്ഞാൽ ആ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ വേഗം ഒന്ന് ഇളക്കി എടുത്തിട്ട് ചുട്ടെടുക്കുക മുളക്. പിന്നെ കനൽ ഒരുപാട് ഉണ്ടെങ്കിൽ മുളക് വേഗം ചുട്ട് കഴിഞ്ഞ് കരിഞ്ഞു പോവും. അതുകൊണ്ട് കനൽ അധികം പാടില്ല. അപ്പോൾ വേഗം ആവണ മുളകുകളൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് വേഗം എടുക്കാം. അപ്പോൾ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് മുളക്. നമുക്ക് പിന്നെ ഇത് വേഗം ഇതിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ നമ്മുടെ നാളികേരും വറ്റൽമുളകും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ മേലെയുള്ള ആ ചാരമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അമ്മീമേ അരച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ നാളികേരം വലിയ കഷ്ണങ്ങളായിട്ടുള്ള എടുക്കണം. അപ്പോൾ അതൊന്ന് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നാലാണ് നമുക്ക് അമ്മീമ വേഗം അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നാളികേരത്തിനെ മുറിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നാളികേരം ഒന്ന് ചതച്ചെടുക്കാം ആദ്യം. അപ്പോൾ എല്ലാം മുളകും ഉള്ളിയും കൂടി എല്ലാം ഇട്ടിട്ടൊന്നും നമുക്ക് ഇപ്പോൾ അമ്മീമ അരയ്ക്കാൻ പറ്റില്ല. എല്ലാം തെറിച്ച് പോകും നമ്മൾ ചതച്ചെടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യം നാളികേരം ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം മുളക് ചതച്ചെടുക്കുക, പിന്നെ ഉള്ളി, അങ്ങനെയായിട്ട് നമുക്ക് പിന്നെ എല്ലാതും ഒരുമിച്ച് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നാളികേരം ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ വറ്റൽമുളക് ഇതുപോലെ 2-3 വെച്ചിട്ട് ചതച്ചെടുത്താൽ മതിയാവും. എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ചതച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ വറ്റൽമുളകും കൂടിയും ചതച്ചെടുക്കാം. ഇപ്പോൾ വറ്റൽമുളക് എല്ലാം ചതച്ച് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഉള്ളിയും കൂടിയും ചേർത്തിട്ട് ഉള്ളിയും കൂടിയും ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചതച്ച് കഴിഞ്ഞു. നമുക്ക് പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചിട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിനി ഇതെല്ലാം അതും കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം.
ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടിയും ചേർക്കണം. അപ്പോൾ ഉപ്പ് കുറച്ച് ഞാൻ കല്ലുപ്പാണ് എടുത്തേക്കുന്നത്, പൊടിപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് അരച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം. എന്നാലാണ് നമുക്ക് ശരിക്കും അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ വെള്ളം ചേർക്കാതെ ഒന്ന് അരയ്ക്കുക. പിന്നെ ഒരു വട്ടം അരച്ച് കഴിഞ്ഞിട്ട് പിന്നത്തേത് അരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് അരയ്ക്കാം. നമ്മൾ ഒരു വട്ടം അരച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി തെളിച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അരച്ചെടുക്കാം. നാളികേരവും മുളകും ഉള്ളിയെല്ലാം നന്നായി അരഞ്ഞ് കിട്ടണ വരെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഇതെല്ലാം നമുക്ക് ഒന്ന് കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.